എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, സർക്കിട്ട്, ഗെറ്റ് സെറ്റ് ബേബി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലെ തോന്നിയിരിക്കാൻ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് സംശയം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. വിനയ് ഫോർട്ട്, ഷർഫുദ്ദീനാണ് സംശയം സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ജൂലൈ മാസം 18-നാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ അട്ടർ ഫ്ലോപ്പായ സിനിമയാണ് നടികർ. ബഡ്ജറ്റ് പോലും തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല. കുറെ കാലത്തിന് ശേഷമാണ് നടികർ സിനിമ OTT-യിൽ വരുന്നത്. സൈന പ്ലേ ആണ് നടികർ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ടോവിനോ തോമസ് ആണ് സിനിമയിലെ നായകൻ. ഇതൊരു കോമഡി ആക്ഷൻ മൂവിയായിരുന്നു. ഇപ്പോഴിതാ നാളെ രാത്രി 12 മണിക്കാണ് നടികർ സിനിമ സൈന പ്ലേയിൽ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കുണ്ടന്നൂരിലെ കുൽസിത് ലഹള എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ലുക്മാൻ അടക്കം ഒരുപാട് താരങ്ങൾ സിനിമയിലുണ്ട്. സൈന പ്ലേയാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഈ വീക്കാണ് കുണ്ടന്നൂരിലെ കുൽസിത് ലഹള എന്ന സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡിറ്റക്റ്റീവ് വിജിലൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് എവറേജ് അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. മിന്നൽ മുരളി സിനിമയുടെ ഒരു കണക്ഷൻ ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് സിനിമ പെട്ടെന്ന് തന്നെ വിറ്റുപോയി. നെറ്റ്ഫ്ലിക്സ് ആണ് ഡിറ്റക്റ്റീവ് വിജിലൻ്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് ഡിറ്റക്റ്റീവ് വിജിലൻ. ഈ സിനിമ ഈ വീക്കിലാണ് നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് റോന്ത് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. റോഷൻ മാത്യു, ദിലീഷ് പോത്തനാണ് പ്രധാന കഥാപാത്രമായി റോന്ത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു റോന്ത്. പക്ഷേ സിനിമയ്ക്ക് എവറേജ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ റോന്ത് സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഈ മാസം ലാസ്റ്റായിട്ട് പാനിദിനായിട്ടാണ് റോന്ത് സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് തങ്കമണി. ദിലീപും നിതാപിള്ളയുമാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. കേരളത്തിൽ നടന്ന ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണിയിൽ പറഞ്ഞു പോകുന്നത്. സിനിമ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ മൂവിയായിരുന്നു. പക്ഷേ വിജയിച്ചില്ല. തങ്കമണി റിലീസായിട്ട് കുറച്ച് കാലമായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ജൂലൈ മാസം ലാസ്റ്റ് വീക്കോട് കൂടി ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് പൈനികൾ ഗവനിക്കുമെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഈ ചിത്രം നാളെ രാത്രി 12 മണിക്ക് സിംപ്ലി സൗത്തിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കുബേര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധനുഷ് മികച്ച അഭിനയമാണ് കുബേര സിനിമയിൽ കാഴ്ചവെച്ചത്. ഇതൊരു തെലുങ്ക് സിനിമയായിരുന്നു. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ജൂലൈ 18-നാണ് കുബേര സിനിമയുടെ OTT റിലീസ്. മലയാളം അടക്കം എല്ലാ ലാംഗ്വേജിലും സിനിമ അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് നരിവേട്ട സിനിമ നേടിയെടുത്തത്. ആദിവാസികളുടെ കഥയാണ് നരിവേട്ടയിൽ പറഞ്ഞു പോകുന്നത്. ടോവിനോ തോമസ് ആണ് സിനിമയിലെ നായകൻ. സുരാജും സിനിമയിലുണ്ട്. നരിവേട്ടയിൽ പോലീസായിട്ടാണ് ടോവിനോ വരുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. സോണി ലിവാണ് നരിവേട്ട സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി ജൂലൈ മാസം 11-നാണ്. അതായത് നാളെ വൈകിട്ട് 5 മണിക്ക് നരിവേട്ട സിനിമ സോണി ലൈവിൽ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഫാമിലി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇതുവരെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബി വാങ്ങിച്ചിട്ടുള്ളത്. സർപ്രൈസ് ആയിട്ട് റിലീസാക്കുമെന്നാണ് അവർ പറയുന്നത്. ഡേറ്റ് വരാത്തത് കൊണ്ട് ആരാധകർ ദേശത്തിലാണ്. ഉണ്ണിമുകുന്ദനാണ് ഗെറ്റ് സെറ്റ് ബേബിയിലെ നായകൻ. ഈ സിനിമ ഈ വീക്ക്, അതായത് ജൂലൈ 11-ന് ശേഷം ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി നായകനായ സിനിമയായിരുന്നു സർക്കിട്ട്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായം സിനിമയ്ക്ക് ലഭിച്ചു. എന്നിട്ടും സർക്കിട്ട് പരാജയപ്പെട്ടു. ഒരു ചെറിയ കഥയായതുകൊണ്ട് തന്നെ സിനിമ പെട്ടെന്ന് വാഷ് ഔട്ടായി. ഒരു കുട്ടിയുടെ കഥയാണ് സർക്കിട്ട് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് സർക്കിട്ടിന്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. ജൂലൈ മാസം 15-ന് മുന്നേ സർക്കിട്ട് സിനിമ സർപ്രൈസ് ആയിട്ട് ആമസോണിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്.
ഒരുവിധം എല്ലാവരും കാത്തിരിക്കുന്നത് ബസൂക്ക സിനിമയ്ക്ക് വേണ്ടിയാണ്. മമ്മൂട്ടിയാണ് ബസൂക്കയിലെ നായകൻ. ഇതൊരു ആക്ഷൻ മൂവിയായിരുന്നു. C5 ആണ് ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. സർപ്രൈസായിട്ട് ഒരു ദിവസം C5ൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. തിയേറ്ററുകളിൽ ബസൂക്ക പരാജയപ്പെട്ടു. എന്നിട്ടും OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുകയാണ്. റൂമറുകൾ പ്രകാരം ബസൂക്ക സിനിമ ജൂലൈ മാസം 10 അല്ലെങ്കിൽ 11 ഈ ദിവസത്തിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.